അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 73-ാം സങ്കീർത്തനം 16-ാം വാക്യവും 17-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമുക്ക് വായിക്കാം. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ദാവീദിൻ്റെ 3 പ്രധാന സംഗീതജ്ഞരിൽ ഒരാളായിരുന്ന ആസാഫാണ് 73-ാം സങ്കീർത്തനം എഴുതിയത്. ന്യായപ്രമാണം കൃത്യമായി അനുസരിക്കുന്നവനും ദൈവാലയത്തിൽ ആരാധിക്കുവാനായി വരുന്ന ജനത്തെ ആരാധനയ്ക്ക് സജ്ജരാക്കുന്നതിനായി ഒരു വലിയ കൂട്ടം പാട്ടുകാരുടെ തലവനായി നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയും ആരാധന ലീഡ് ചെയ്തുകൊണ്ട് ജനത്തെ ദൈവ സാന്നിധ്യത്തിൽ എത്തിക്കുന്നവനുമായിരുന്നു ആസാഫ്. എന്നാൽ 73-ാം സങ്കീർത്തനത്തിൽ കൂടി താൻ തൻ്റെ വ്യത മുഴുവനായി വെളിപ്പെടുത്തുകയാണ്. ആസാഫ് നേരിടുന്ന പ്രതിസന്ധി ഇന്ന് ഭൂമിയിൽ നേരാമണ്ണം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മുഴുവൻ ദൈവദാസന്മാരും ദൈവമക്കളും നേരിടുന്നുണ്ട് എന്നതിന് സംശയമില്ല. തൻ്റെ ജീവിതത്തിൽ പ്രകാരം പ്രതിസന്ധികൾ എന്തുകൊണ്ട് നേരിടേണ്ടി വരുന്നു എന്ന് തനിക്ക് തൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവിക കൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയ ഉയർച്ച വരുന്നത് ആസാഫ് കാണുന്നുണ്ട്. പാപം ചെയ്ത് ജീവിക്കുന്നവർക്കൊരു പ്രതിസന്ധിയും ഉണ്ടാകുന്നില്ല എന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഭൗതിക നന്മകളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവന് മനസ്സിലായി. അവരുമായി താരതമ്യം ചെയ്ത ആസാഫ് താനൊരു ഗതികെട്ടവനാണെന്ന ചിന്തയിലേക്ക് അതിവേഗം ഓടുകയായിരുന്നു. പെട്ടെന്നാണ് ദൈവിക ഇടപെടൽ ആസാഫ് തിരിച്ചറിഞ്ഞത്. ഉടനെ തന്നെ അവൻ പ്രാർത്ഥനാ മുറിയിൽ കയറി നമ്മുടെ അവിശ്വാസത്തിൽ നിന്നും നമ്മുടെ ഭയത്തിൽ നിന്നും നമ്മുടെ പിന്മാറ്റ സ്വഭാവത്തിൽ നിന്നും നമ്മുടെ നിരാശയിൽ നിന്നും നമ്മെ ദൈവത്തെങ്കിലേക്ക് വീണ്ടും മടക്കി വരുത്തുന്ന സ്ഥലമാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി എന്ന കാര്യം നാം മറന്നു പോകരുത്. അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഭരണഘടനാ സമിതി കൂടി ദിവസങ്ങളോളം അവർ ചർച്ച ചെയ്തിട്ടും ഭരണഘടനയിൽ ഒരു വരി പോലും എഴുതുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. കാരണം ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞാൽ മറ്റെല്ലാവരും അതിനെ എതിർക്കും. ദിവസങ്ങൾ പലത് കടന്നു പോയിട്ടും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തി. താൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ദിവസങ്ങൾ പലത് കടന്നു പോയെങ്കിലും നമുക്ക് ഒരു അഭിപ്രായ സമന്വയത്തിലെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആകയാൽ ഒരു ഭരണഘടനയുണ്ടാക്കുവാൻ വേണ്ട ജ്ഞാനം ലഭിക്കുവാൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. അതായിരുന്നു ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞത്. അപ്രകാരം പറഞ്ഞപ്പോൾ എല്ലാവരും അതിൽ ഐക്യമെത്തിപ്പെട്ടു. തുടർന്ന് ആ വ്യക്തി യേശുവിനോട് പ്രാർത്ഥിച്ച അനന്തരം തൽസ്ഥാനത്ത് ഇരുന്നു. ആ വ്യക്തിയാണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൺ. തൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആമേൻ പറഞ്ഞതിന് ശേഷം എടുത്ത സകല തീരുമാനങ്ങൾക്കും അഭിപ്രായ ഐക്യമുണ്ടായി. നിസാര ദിവസങ്ങൾ കൊണ്ട് അമേരിക്കൻ ഭരണഘടന രൂപം കൊണ്ടു. ആ ഭരണഘടനയിൽ ദൈവത്തിനായിരുന്നു പ്രഥമ സ്ഥാനം. അമേരിക്ക അതുകൊണ്ട് തന്നെ ഉയർച്ചയിലേക്ക് അതിവേഗം കുതിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി നേരിട്ടാലും നമ്മുടെ അഭയകേന്ദ്രമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹായത്തിനായി നാം സമീപിച്ചാൽ അവന് നമ്മെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും സാധിക്കും. കാരണം പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്. ആസാഫിന് ഒരു കാര്യം മനസ്സിലായി: തനിക്ക് പ്രതിസന്ധി ഉണ്ടെന്ന് സാത്താൻ അവനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചതാണ്. താൻ ദൈവകരങ്ങളാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പാപപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിലും താൻ നിൽക്കുന്നത് ദൈവം പ്രസാദിക്കുന്ന പാതയിലാണെന്ന് ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ആസാഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തടിച്ച് ഉരുണ്ടിരിക്കുകയും കഷ്ടത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ അനുസരിക്കാതെ വീതി കൂടിയ സാത്താന്യ പാതയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്ന കാര്യം ആസാഫ് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൽ നിന്നും മനസ്സിലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഇവരിൽ ആരുടെ ജീവിത രീതിയാണ് പിന്തുടരുന്നത്? ദൈവഭയത്തോടെ ജീവിക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ ആസാഫിനെ പോലെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ അതോ ഈ ഭൂമിയിൽ നന്മകൾ പ്രാപിക്കുവാൻ കുറുക്കുവഴികൾ അന്വേഷിക്കുന്ന പാപികളുടെ കൂട്ടത്തിലോ? ആസാഫിനെ പോലെ പാപം ചെയ്യാതെ ജീവിച്ചാൽ, ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മെ നിരാശപ്പെടുത്തുവാൻ സാത്താനോ ദൈവഭയം ഇല്ലാത്തവരോ നമ്മെ സമീപിച്ചുവെന്ന് വന്നേക്കാം. ഓർക്കുക, കർത്താവായ യേശു ക്രിസ്തു എല്ലാ സമയത്തും നമുക്ക് അവൈലബിളാണ്.
അവൻ്റെ അടുക്കൽ ഏത് പ്രതിസന്ധിയും നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ അവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ നാം ചെന്നാൽ മാത്രമേ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും ചിന്തിക്കാതെ യേശുവിൻ്റെ സന്നിധിയിൽ ആസാഫിനെ പോലെ കടന്നു ചെന്നാൽ നമുക്കും ആസാഫിനെ പോലെ നമ്മുടെ തലമുറയോട് ദ്രോഹം ചെയ്യാതെ ജീവിക്കുവാനും ദൈവത്തെ അടുത്തറിയുവാനും സാധിക്കും. ദൈവസന്നിധിയിൽ ചെന്ന ആസാഫ് തിരിച്ചറിഞ്ഞ ആദ്യത്തെ കാര്യം ദൈവം തൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം ഒടുവിൽ തന്നെ ദൈവം മഹത്വത്തിലേക്ക് കൈക്കൊള്ളും എന്നതാണ്. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ വലിയ പാപങ്ങൾ ചെയ്ത് ജീവിക്കുകയും വലിയ ആർഭാടം കാണിച്ച് നടക്കുകയും ചെയ്യുന്നവരുടെ അവസാനം എന്താകുമെന്ന് ദൈവസന്നിധിയിൽ നിന്നും ആസാഫ് മനസ്സിലാക്കിയത് അവർ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത് എന്നാണ്. വഴുവഴുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ലക്ഷ്യബോധമില്ലാതെയുള്ള യാത്ര എന്നാണ്. ലക്ഷ്യമില്ലാത്തവർക്ക് ഒരിക്കലും വഴി തെറ്റുകയില്ല എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്നാൽ പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ലക്ഷ്യമില്ലാതെ ഒരിക്കലും ജീവിക്കരുത്. പിന്നത്തേതിൽ ദൈവം നമ്മെ അറിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടാതെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവിനെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരണം. അപ്രകാരം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം ബൈബിൾ വായിക്കുകയും അതിൽ നാം അനുസരിക്കുന്നതിനായി ദൈവം തൻ്റെ ഭക്തന്മാരെ ഉപയോഗിച്ച് എഴുതി വെപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് പാപം ചെയ്യാതെ ജീവിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പോകുന്ന ഇടുങ്ങിയ വാതിലും ഞെരുങ്ങിയ വഴിയും നാം തിരഞ്ഞെടുക്കേണ്ടി വരും. ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ തയ്യാറാകാതെയും ബൈബിൾ വായിക്കുവാൻ സമയമില്ലാതെയും ദൈവത്തോട് മത്സരിച്ച് സകലവിധ പാപവും ചെയ്ത് ജീവിച്ചാൽ വിശാലമായ പാതയിൽ കൂടി, വിശാലമായ വാതിലിൽ കൂടി അതിവേഗം നമുക്ക് മുന്നേറാൻ കഴിയും. ഒത്തിരി ആളുകൾ നമുക്ക് പിന്തുണ തരുവാനുമുണ്ടാകും. എന്നാൽ ആ വഴി അവസാനിക്കുന്നത് ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലാണെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഒരു യഹൂദ റബ്ബി കിടന്ന് കരയുകയാണ്. താനിപ്പോൾ പ്രായം ചെന്ന് മരണത്തെ മുഖാമുഖമായി കാണുന്നു. തൻ്റെ ശിഷ്യന്മാർ റബ്ബിയുടെ കരച്ചിൽ കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്? ന്യായപ്രമാണം തെറ്റായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ വൃദ്ധൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 2 വഴികൾ വ്യക്തമായി എനിക്കിപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊരു വഴി നരകത്തിലേക്കുള്ളതാണെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അടുത്ത വഴി നിത്യസന്തോഷത്തിലേക്കുള്ളതാണെന്ന് സംശയമില്ലാതെ പറയുവാൻ എനിക്ക് കഴിയും. ആ വഴി കാണുമ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കുന്നു. അവരെൻ്റെ അടുത്തേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വഴിയിൽ ഏത് വഴിയിലൂടെ ഏത് സ്ഥലത്തേക്ക് അവർ എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്കൊരു നിശ്ചയവുമില്ലാതിരിക്കുമ്പോൾ ഞാൻ കരയുകയല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ? ബെൻസഗിയാസ് എന്ന റബ്ബിയുടെ വിലാപത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നിത്യജീവനിലേക്ക് ഉള്ള വഴിയും നിത്യനരകത്തിലേക്കുള്ള വഴിയും തിരഞ്ഞെടുക്കേണ്ട ചുമതല മരണശേഷം നമ്മെ കൊണ്ടുപോകുന്നവർക്കല്ല എന്ന യാഥാർത്ഥ്യം കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ളപ്പോൾ, ബുദ്ധി ക്ഷയിക്കുന്നതിന് മുമ്പ്, നടക്കുവാനും ഓടുവാനും കാലുകൾക്കും മസിലുകൾക്കും നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും സ്പർശനശേഷിയും ഉള്ളപ്പോൾ നാമാണ് നിത്യജീവനിലേക്ക് പോകുന്ന ഇടുങ്ങിയ വാതിലും ഞെരുങ്ങിയ വഴിയും തിരഞ്ഞെടുക്കണമോ അതോ നിത്യനരകത്തിലേക്ക് പോകുന്ന വിശാലമായ വാതിലും വിശാലമായ വഴിയും തിരഞ്ഞെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾ ESV ഇംഗ്ലീഷ് വേർഷനിൽ എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്, ഫോർ ദ ഗേറ്റ് ഈസ് വൈഡ് ആൻഡ് ദ വേ ഈസ് ഈസി ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ആൻഡ് തോസ് ഹു എൻ്റർ ബൈ ഇറ്റ് ആർ മെനി. For the gate is narrow and the way is hard that leads to life, and those who find it are few എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിത്യജീവനിലേക്ക് പോകുന്ന ഇടുങ്ങിയ വാതിലും ഞെരുങ്ങിയ വഴിയും തിരഞ്ഞെടുക്കുന്നവന് സാവകാശം മാത്രമേ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ കഴിയൂ. കാരണം ബൈബിളിലെ ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ച് മാത്രമേ ആ പാതയിൽ കൂടി നടക്കുവാൻ കഴിയൂ. തുടക്കത്തിൽ അല്പം പ്രയാസം നമുക്ക് തോന്നിയാലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ നമുക്ക് ദൈവഭവനത്തിൽ എത്തിച്ചേരുവാൻ വഴി കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ മരിക്കുവാൻ കിടക്കുമ്പോൾ കരയുകയല്ല, ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. വിശാലവാതിലും വഴിയും നാം തിരഞ്ഞെടുത്താൽ
നിശ്ചയമായും വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. ധാരാളം ആളുകൾ ആ പാതയിൽ കൂടി നമുക്ക് കൂട്ടുണ്ടാകും. എന്നാൽ പെട്ടെന്നായിരിക്കും നരകം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാരണം പാപം ചെയ്ത് ഈ ലോക ഇമ്പങ്ങളിൽ കൂടി വിശാലമായ പാതയിൽ യാത്ര ചെയ്താൽ ആ വഴി അവസാനിക്കുന്ന നിത്യനരകത്തിൽ തന്നെ നാം എത്തിച്ചേരും. ആ വഴിയിൽ കൂടി ത്വരിതഗതിയിൽ മുന്നേറുവാൻ വേണ്ടി സകല പ്രോത്സാഹനങ്ങളും സാത്താനും അവൻ്റെ ആത്മാവുള്ള വ്യക്തികളും നമ്മെ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും. സകല പാപങ്ങൾക്കും അവർ ന്യായീകരണം കണ്ടെത്തി നമ്മെ നിത്യനാശത്തിൽ എത്തിക്കുകയും ചെയ്യും. ആകയാൽ അധികമാരും നമുക്ക് പിന്തുണ തരുവാൻ ഇല്ലാതിരുന്നാലും നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവകരങ്ങളാൽ പിടിക്കപ്പെട്ടവരും പിന്നത്തേതിൽ ദൈവമഹത്വത്തിൽ ചേർക്കപ്പെടേണ്ടവരുടെ കൂട്ടത്തിലുള്ളവരുമായി തീരാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിപ്പാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.